blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ആഴ്ചയിലെ അവസാനത്തെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് PC വർഗീസ് ആൻഡ് കുഞ്ഞുമോൾ ഫ്രം മുംബൈ. നമുക്ക് ഒരുമിച്ച് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് 21ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന PC വർഗീസിനായും കുഞ്ഞുമോൾക്കായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ദാമ്പത്യ ജീവിതം ഏറ്റവും അനുഗ്രഹിക്കപ്പെടട്ടെ, ആത്മീയ നന്മകളാൽ നിറയട്ടെ. മകൻ ബിബിൻ വർഗീസിനായി പ്രാർത്ഥിക്കും. തൻ്റെ എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എൻജിനീയറിംഗ് യേശുവിൻ്റെ നാമത്തിൽ ആ സ്റ്റഡീസ് അനുഗ്രഹിക്കപ്പെടട്ടെ. ഇരുഭാഗത്തുമുള്ള പാരൻസിനായി പ്രാർത്ഥിക്കുന്നു, സിബ്ലിങ്സിനായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, വാർദ്ധക്യത്തിലായിരിക്കുന്നവരെ അങ്ങ് പ്രത്യേകമായി പരിരക്ഷിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതുപോലെ ഫ്രണ്ടായിരിക്കുന്ന റോബിനായി പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ അങ്ങ് മാറ്റിക്കളയുകയും കർത്താവെ, ജയിലിലായിരിക്കുന്ന ആ വ്യക്തിയെ വിടുതൽ നൽകി അങ്ങ് അനുഗ്രഹിക്കുകയും ചെയ്യണമേ. സകല നിലകളിൽ നല്ലൊരു ഭാവി ആ കുടുംബത്തിന് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ഇന്ന് അനുഗ്രഹിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. PC Varghese and Kunyumol, thank you for sponsoring today's episode and happy wedding anniversary. God bless you. തുടർന്ന് നമുക്ക് ഇന്നത്തെ സന്ദേശത്തിലേക്ക് പോകാം. ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ എന്നുള്ള ഒരു സന്ദേശമാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ഈ സന്ദേശം കണ്ട ശേഷം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങളെ ഷെയർ ചെയ്യാൻ സാധിക്കും. സോ ലെറ്റ്സ് ലിസൺ ടു ടുഡേയ്സ് മെസ്സേജ്. ഹല്ലേലൂയ. മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 25-ാമത്തെ വാക്യം, 25, 26, 27 വാക്യങ്ങൾ വായിക്കുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 17-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ആ വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവ് പറയുന്നൊരു സത്യമാണ്. യേശുവിൻ്റെ പിതാവായി ദൈവം അറിയപ്പെടുന്നു. യേശുവിൻ്റെ പിതാവായി ദൈവം അറിയപ്പെടുന്നത് കൊണ്ട് നാമും ഈ പിതാവിൻ്റെ മക്കളായതുകൊണ്ട് യേശു നമ്മുടെ ഒരു മൂത്ത സഹോദരനായി മാറിയിരിക്കുകയാണ്. യേശു നമ്മുടെ രക്ഷകനാണ്, ദൈവമാണ്. അതെല്ലാം ഒരു ഭാഗത്ത് ശരിയാണ്. അപ്പോൾ തന്നെ എത്ര പേർക്കറിയാം യേശു നമ്മുടെ മൂത്ത സഹോദരനാണ്? ഹല്ലേലൂയ. ഒത്തിരി പേർക്ക് പരാതിയാണ്, എനിക്കൊരു ചേട്ടനില്ല, എനിക്കൊരു ജ്യേഷ്ഠനില്ല. തെറ്റാണ്. യേശു നമ്മുടെ ജ്യേഷ്ഠ സഹോദരനായി മാറിയിരിക്കുകയാണ്. കാരണം അപ്പൻ ഒന്നാണ്, പിതാവ് ഒന്നാണ്. യേശുവിൻ്റെ പിതാവും നമ്മുടെ പിതാവും ഒന്നാകൊണ്ട് നമ്മൾ ജ്യേഷ്ഠാനുജന്മാരായി മാറിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവം യേശുവിൻ്റെ പിതാവായി തീർന്നിരിക്കുന്നത് കൊണ്ട് പൊതുവെ സകലരും ദൈവത്തെ പിതാവ് എന്ന് വിളിക്കുന്നു. എഫെസ്യ ലേഖനം 3-ാം അധ്യായം 14, 15 വാക്യങ്ങൾ വായിക്കുമ്പോൾ, എഫെസ്യ ലേഖനം 3-ാം അധ്യായം 14, 15 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ദൈവം പിതാക്കന്മാരുടെ പിതാവാണ്. എന്ന് വെച്ചാൽ ഭൂമിയിൽ കോടിക്കണക്കിന് പിതാക്കന്മാരുണ്ട്. എന്നാൽ സകല പിതൃത്വവും വന്നിരിക്കുന്നത് ഈ ദൈവത്തിൽ നിന്നാണ്. ഹല്ലേലൂയ. കൈകൾ ഉയർത്തി പറഞ്ഞാലും ദൈവം സകല പിതാക്കന്മാരുടെയും പിതാവാണ്. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ സകല പിതൃത്വവും വരുന്നത് ഈ ദൈവത്തിൽ നിന്നാണ്. പിതാവ് വേർപെട്ടു പോയി, പിതാവ് മാറിപ്പോയത് കൊണ്ട് വന്ന ശൂന്യത ദൈവം നികത്തി. ഇന്ന് ആ സ്ഥാനത്തേക്ക് ദൈവം വന്ന് ഇറങ്ങി നിന്നുകൊണ്ട് പറയുകയാണ്, മകനെ, മകളെ, നിന്റെ പിതാവായി ഞാൻ നിന്നുകൊണ്ട് ഒരു കുറവുമില്ലാതെ നിന്നെ നടത്താൻ പോകുകയാണ്. പിതാവ് ജീവിച്ചിരുന്ന സമയത്ത് നീ ജീവിച്ചിരുന്നതിനേക്കാൾ നന്നായി ദൈവം നിന്നെ നടത്തുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. വിശ്വസിക്കുന്നവർ കൈകളെ അടിച്ച് യേശുവിന് നന്ദി പറയാൻ തുടങ്ങി. കൂടുതൽ ശബ്ദത്തിൽ ഹല്ലേലൂയ പറഞ്ഞാൽ, ശബ്ദത്തിൽ ഹല്ലേലൂയ പറഞ്ഞാൽ. മറ്റൊരു സന്തോഷ വാർത്ത പറയാൻ ആഗ്രഹിക്കുന്നു. സ്വർഗത്തിലെ പിതാവിന് ഒരു ആഗ്രഹമുണ്ട്.
സ്വർഗത്തിലെ പിതാവിൻ്റെ ആഗ്രഹം തൻ്റെ മക്കളെല്ലാം തന്നോട് കൂടെ കൂട്ടായ്മ ആചരിക്കണം. ഹല്ലേലൂയ. മക്കളെല്ലാം തന്നോടുകൂടെ കൂട്ടായ്മ ആചരിക്കണം. ഇവിടെ ഇരിക്കുന്ന അമ്മയപ്പന്മാരോട് ചോദിക്കട്ടെ, കുഞ്ഞുങ്ങളെ കയ്യിലെടുത്ത് താലോലിക്കുന്ന എത്ര അമ്മമാരിവിടെ ഉണ്ട്, അപ്പന്മാരിവിടെ ഉണ്ട്? കൈ ഒന്ന് കാണട്ടെ. അടുത്ത് വന്നാൽ മക്കളെ കിട്ടിയാൽ ഇങ്ങനെ കോരിയെടുത്തിട്ട് ഒത്തിരി ഉമ്മ കൊടുക്കുന്ന അമ്മയപ്പന്മാരെ ഒന്ന് കാണട്ടെ. കട്ടപ്പനയിൽ അങ്ങനെയുള്ളവരുണ്ടോ? ഉണ്ട്. കാരണം എന്താ? നമ്മള് കുഞ്ഞുങ്ങളെ കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും? കെട്ടിപ്പിടിച്ച് മാറോട് ചേർത്ത് വെച്ച് താലോലിച്ച് സ്നേഹവും ലാളനയും വാത്സല്യവും എല്ലാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിലിരിക്കുന്ന നമ്മുടെ ദൈവത്തിന് നമ്മെ ഒന്ന് കയ്യിലെടുത്ത് താലോലിക്കാൻ ആഗ്രഹം ഉണ്ടാവില്ലേ? ഉണ്ടാവില്ലേ? പക്ഷേ മക്കൾ പറയും, എന്നെ ഒന്നും എടുക്കണ്ട, ഞാൻ ഓടിപ്പോകും എന്ന് പറഞ്ഞുകൊണ്ട് ചില കുസൃതികൾ ഓടിപ്പോകുന്നത് പോലെ നമ്മൾ ഓടിക്കഴിഞ്ഞാലോ എന്ത് സംഭവിക്കും? ദൈവത്തിന്റെ സ്നേഹം നമുക്ക് അനുഭവിക്കാൻ സാധ്യമല്ല. ഹല്ലേലൂയ. ഞാൻ ഇന്നിവിടെ പ്രസംഗിക്കുന്നത് ഭീകരമായ, ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത ദൈവശാസ്ത്രപരമായ ഗഹനമായ ഒരു വിഷയവുമല്ല. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോട് നമുക്കുണ്ടായിരിക്കേണ്ട ബന്ധത്തെ ഏറ്റവും ലളിതമായ ഭാഷയിൽ ഞാൻ നിങ്ങളോട് പറയുക. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇന്ന് മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ വ്യത്യാസം വന്നിരിക്കും. എത്ര പേർ ഹല്ലേലൂയ പറയും? ഹല്ലേലൂയ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ദൈവത്തിന്റെ മടിയിൽ കയറിയിരിക്കണമെന്ന്? എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത്, യേശു ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുൻപ് അവൻ പിതാവിന്റെ മടിയിൽ കയറിയിരിക്കുകയായിരുന്നു. അത്രയും വലിയ സ്നേഹവും കൂട്ടായ്മയുമാണ് പിതാവും പുത്രനും തമ്മിൽ ഉള്ളത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് ഇവിടെ ഇരിക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങളോടൊപ്പം ഒരു കൂട്ടായ്മ ആചരിക്കുവാൻ പിതാവായ ദൈവത്തിന് ആഗ്രഹമുണ്ട്. ഹല്ലേലൂയ. എത്ര പേർ ഇരുന്ന് കൊടുക്കും? ഹല്ലേലൂയ. ദൈവം ഇങ്ങ് താഴേക്ക് ഇറങ്ങി വന്ന് നിങ്ങളൊന്ന് കെട്ടിപ്പിടിക്കാൻ എത്ര പേർ അനുവദിക്കും? ഇന്നത് ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നു, നാളെയല്ല. ചിലർക്കൊക്കെ ധാരണയുണ്ട്, അയ്യോ ഞാൻ ഭയങ്കര പാപിയാണ്, ഒത്തിരി കുരുത്തക്കേട് എൻ്റെ കയ്യിലുണ്ട്, അതുകൊണ്ട് ദൈവം എൻ്റെ അടുത്തേക്ക് വരാനെന്ന് ഞാൻ യോഗ്യനല്ല, അതുകൊണ്ട് ഞാൻ മാറിക്കളയും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ കുഞ്ഞ് പുറത്തു പോയി കളിച്ച് മുഴുവൻ അഴുക്കായി ചെളി പിടിച്ചു വന്നാൽ നിങ്ങൾ ആ കുഞ്ഞിനെടുത്തൊരൊറ്റ ഏറെറിയോ? ഇല്ല. കുഞ്ഞുങ്ങൾ വിയർത്തിരുന്നാൽ പോലും നമ്മൾ എടുത്ത് കുഞ്ഞിന് എന്ത് ചെയ്യും? ഒന്ന് ആട്ടി ഒരു ഉമ്മ കൊടുത്ത് ശരിയാക്കി എടുക്കും. കുളിപ്പിക്കണമെങ്കിൽ കുളിപ്പിക്കും. പക്ഷെ എന്നതുകൊണ്ട് കുഞ്ഞിനെ നമ്മൾ വലിച്ചെറിഞ്ഞ് കളയുമോ? അപ്പുറത്ത് വേസ്റ്റൊക്കെ ഇടുന്ന ഒരു സ്ഥലമുണ്ട്, കുഞ്ഞ് അഴുക്കായി, അതുകൊണ്ട് അങ്ങോട്ട് എറിഞ്ഞേക്കാം. നമ്മൾ ആരെങ്കിലും എറിഞ്ഞു കളയോ? ഇല്ല. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ കുറവുകളുണ്ടെങ്കിലും കുറ്റങ്ങളുണ്ടെങ്കിലും എല്ലാം സ്വീകരിക്കാൻ തയ്യാറായിട്ടാണ് ഈ പിതാവ് ഇന്ന് ഇവിടെ വന്ന് ഇറങ്ങി നിൽക്കുന്നത്. ധൂർത്തപുത്രന്റെ കഥ കേട്ടിട്ടുണ്ടല്ലോ. ഇളയവനെല്ലാം നശിപ്പിച്ച് പന്നികളോടുകൂടെ കൂട്ടായ്മ ആചരിച്ച ശേഷം ശരീരം മുഴുവൻ, വസ്ത്രം മുഴുവൻ അഴുക്ക് പിടിച്ച് കുളിക്കാത്തവനായി ദുർഗന്ധമുള്ളവനായി വന്നിട്ടും ആ പിതാവ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് അവനെ കൊണ്ടുവന്ന് അവനുമായി കൂട്ടായ്മ ആചരിച്ചതാണ് നമ്മൾ ബൈബിളിൽ വായിക്കുന്നത്. യേശു ഈ ഭൂമിയിലേക്ക് വന്നത് ഈ പിതാവിനെ നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെയാണ് ഈ പിതാവ്. അതല്ലാതെ ഇത്ര വലിയവനായ ദൈവം നമ്മെ തള്ളിക്കളയുന്നവനല്ല, നമ്മെ സ്വീകരിക്കുന്നവനത്രേ. ഹല്ലേലൂയ. പിതാവ് നമ്മോട് കൂട്ടായ്മ ആചരിക്കുവാൻ ആഗ്രഹിക്കുന്നു. എത്ര പേർ ദൈവത്തോടൊരു കൂട്ടായ്മ ആചരിക്കാൻ ആഗ്രഹമുണ്ട്? ഇന്ന് മുതൽ ആ ഒരു വലിയ കൂട്ടായ്മയിൽ ജീവിക്കുവാൻ ദൈവം നമുക്ക് ഓരോരുത്തർക്കും ഭാഗ്യം തരാൻ പോകുകയാണ്. ഹല്ലേലൂയ. കൈകൾ ഉയർത്തി എന്ന് പറഞ്ഞേ, ദൈവമേ, എൻ്റെ പിതാവേ, അങ്ങയോടൊപ്പം കൂട്ടായ്മ ആചരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. 1 യോഹന്നാൻ 3-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പറയുന്ന, കാൺമിൻ, നാം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ
പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ. പിതാവിൻ്റെ ഒരു വലിയ സ്നേഹമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. ഇംഗ്ലീഷ് ബൈബിളിൽ വായിക്കുമ്പോൾ The Father has lavished His love upon us എന്ന് വെച്ചാൽ പിതാവ് തൻ്റെ സ്നേഹം നമ്മുടെ മേൽ ധാരാളമായി പകർന്നിരിക്കുകയാണ്. അഥവാ പിതാവ് തൻ്റെ സ്നേഹം നമ്മുടെ മേൽ ധൂർത്തടിച്ചിരിക്കുകയാണ്. ഒത്തിരിയായ സ്നേഹം പിതാവ് നമുക്ക് തന്നിരിക്കുകയാണ്. എന്നാൽ നമുക്ക് പലപ്പോഴും ഈ സ്നേഹത്തെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു കുറവ് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. പിതാവ് നമുക്ക് വലിയ 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 സ്നേഹം നൽകുവാൻ ആഗ്രഹിക്കുന്നു. വർഷങ്ങൾക്ക് മുൻപ് പത്രത്തിൽ വന്ന ഒരു റിപ്പോർട്ടാണ്, ഉണ്ടായ സംഭവമാണ്. ഒരിക്കൽ വളരെ സന്തോഷമായി കഴിഞ്ഞിരുന്നൊരു കുടുംബം, ആ കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുകൂടി. അവർ തമ്മിൽ പിരിഞ്ഞിട്ട് ആ വീട്ടിലെ പിതാവ് വേറെ വിവാഹം കഴിച്ചു. ആ വീട്ടിലെ അമ്മ പറഞ്ഞു, ആഹാ, എൻ്റെ ഭർത്താവിന് തോന്നിയ വഴിക്ക് പോകാമെങ്കിൽ എനിക്കും പോകാൻ അറിയാം. അവള് ചെന്ന് വേറൊരു പുരുഷനെ വിവാഹം കഴിച്ചു. ആ വീട്ടിൽ അവർക്കൊരു മകൾ ഉണ്ടായിരുന്നു. മകൾ ചെന്ന് ആത്മഹത്യ ചെയ്തു. അപ്പനും അമ്മയും വേറെ വിവാഹം കഴിച്ചു. മകൾക്ക് മനസ്സിലായി, അച്ഛനും എന്നോട് സ്നേഹമില്ല, അമ്മയ്ക്കും എന്നോട് സ്നേഹമില്ല. ആ മകൾ ചെന്ന് ആത്മഹത്യ ചെയ്തു. എല്ലാ മക്കൾക്കും എന്താവശ്യമാണ്? പിതാവിൻ്റെ സ്നേഹം ലഭിക്കണം, അമ്മയുടെ സ്നേഹം ലഭിക്കണം. ഭക്ഷണം മാത്രം കിട്ടിയാൽ പോരാ, മാതാപിതാക്കളുടെ സ്നേഹം കൂടി കിട്ടിയാണ് കുഞ്ഞുങ്ങൾ വളരുന്നത്. ഒരിക്കൽ ശാസ്ത്രജ്ഞന്മാർ ഒരു പരീക്ഷണം നടത്തി. ഒരു പ്രത്യേക അനാഥാലയത്തിൽ ലഭിച്ച കുഞ്ഞുങ്ങളെ പല രീതിയിൽ പരീക്ഷിച്ചു. കുറേയധികം കുഞ്ഞുങ്ങളെ എടുത്ത് അവർക്ക് ഭക്ഷണം കൊടുത്തു, വേണ്ടതെല്ലാം കൊടുത്തു. പക്ഷേ ആ കുഞ്ഞുങ്ങളെ ഒരു പ്രത്യേക മുറിയിൽ സംരക്ഷിച്ചു. ആ കുഞ്ഞുങ്ങളെ ആര് കൈകൊണ്ടെടുക്കില്ല, താലോലിക്കില്ല, തൊട്ടിലിൽ ആട്ടില്ല. പക്ഷെ ഭക്ഷണവും ശരീരത്തിന് ആവശ്യമുള്ള എല്ലാം കൊടുത്തു. വേറൊരു സെക്ഷനിലെ കുഞ്ഞുങ്ങൾക്ക് സ്നേഹം കൊടുത്തു. അവരെ എടുത്ത് ലാളിക്കും, ഉമ്മ കൊടുക്കും, ഒത്തിരി താരാട്ടുപാടും, ഇതെല്ലാം ചെയ്യും. ഭക്ഷണവും കൊടുത്തു. സംഭവിച്ചത്, താരാട്ട് പാടാതിരുന്ന, സ്നേഹം കൊടുക്കാതിരുന്ന, പാട്ട് പാടാതിരുന്ന, ലാളിക്കാതിരുന്ന കുഞ്ഞുങ്ങളിൽ അധികവും ചില മാസങ്ങൾക്ക് ശേഷം പ്രത്യേക രീതിയിലുള്ള രോഗങ്ങൾ, ലക്ഷണങ്ങൾ കാണിക്കാൻ തുടങ്ങി. ശരിയായ വളർച്ച അവർക്ക് ലഭിച്ചില്ല. അതിൽ പല കുഞ്ഞുങ്ങളും 1-2 വർഷത്തിന് ശേഷം ശോഷിച്ച് വല്ലാതെയായി ആരോഗ്യമില്ലാതെ മരിച്ചു. അതിൽ രക്ഷപ്പെട്ട കുട്ടികൾ തന്നെ പലരും മാനസിക വൈകല്യങ്ങളുള്ളവരായിരുന്നു. എന്നാൽ ലാളനയും സ്നേഹവും എല്ലാം കൊടുത്ത കുട്ടികൾ ശരീരത്തിലും മനസ്സിലുമെല്ലാം ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളായി വളർന്നു. ഇത് പരീക്ഷണത്തിലൂടെ തെളിയിച്ചതാ. ഇവിടെ ഇരിക്കുന്ന അമ്മയപ്പന്മാരോട് ഞാൻ പറയുകയാണ്, പിതാവായ ദൈവം നമ്മോട് സ്നേഹം കാണിക്കുന്നത് പോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മൾ സ്നേഹം കാണിക്കണം. അവർക്ക് വേണ്ട കൂട്ടായ്മ ആചരിക്കണം. ഹല്ലേലൂയ. അതല്ലെങ്കിൽ ചിലർക്കൊക്കെ ഇങ്ങനെ ചിന്തയുണ്ട്, ചില അപ്പന്മാർക്ക് ചിന്തയുണ്ട്, എൻ്റെ മക്കൾക്ക് ആവശ്യമുള്ള വസ്ത്രം ഞാൻ മേടിച്ചു കൊടുക്കുന്നുണ്ട്, കളിപ്പാട്ടങ്ങൾ മേടിച്ചു കൊടുക്കുന്നുണ്ട്, അവർക്കുള്ള ഒന്നിനും ഞാൻ കുറവ് വരുത്തിയിട്ടില്ല. പക്ഷേ പിന്നെ എനിക്ക് ഒത്തിരി സമയക്കുറവൊക്കെ ഉണ്ട്. കാരണം ബിസിനസ് ആയതുകൊണ്ടും ജോലി തിരക്കുള്ളത് കൊണ്ടും അധികം സമയമൊന്നും എനിക്ക് ചെലവഴിക്കാൻ സാധിക്കുന്നില്ല. ബോർഡിംഗ് സ്കൂളുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, അനാഥാലയങ്ങളിൽ വളരുന്ന കുഞ്ഞുങ്ങൾ പലരും അനാരോഗ്യത്തിലും മാനസിക ആരോഗ്യമില്ലാതെയുമാണ് വളരുന്നതെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പിതാവായ ദൈവം നമുക്ക് നൽകുന്നത് പോലെ തന്നെ സ്നേഹം കൊടുക്കണം, ദാനങ്ങൾ കൊടുക്കണം, എല്ലാം കൊടുക്കണം. അതിനോടൊപ്പം ഏറ്റവും കൂടുതൽ സ്നേഹവും വാത്സല്യവും നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കണം. എത്ര പേർന്ന് തീരുമാനിക്കും, ഇപ്പോൾ ഞാൻ കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹം എൻ്റെ മക്കളോട് ഞാൻ കാണിക്കാൻ പോകുകയാണ്? ഹല്ലേലൂയ. ചിലരൊക്കെ ഉണ്ട്, മക്കൾക്ക് വേണ്ടതെല്ലാം കൊടുക്കുന്നു, കളിപ്പാട്ടം കൊടുക്കുന്നു, നല്ല സ്കൂളിൽ പഠിപ്പിക്കുന്നു. മാത്രമല്ല അവർ മരിച്ചു പോയാലും 10 തലമുറ തിന്നാനുള്ളത് സമ്പാദിച്ചും വെച്ചിട്ടുണ്ട്. പക്ഷേ ഏറ്റവും
ഏറ്റവും വലുതായി അവർക്ക് ആവശ്യമുള്ളത് നിങ്ങളുടെ സാന്നിധ്യമാണ്, നിങ്ങളുടെ സഹവാസമാണ്, നിങ്ങളുടെ കൂട്ടായ്മയാണ്. ഒരുമിച്ച് ചിരിക്കണം, ഒരുമിച്ച് കളിക്കണം, ഒരുമിച്ച് അവരോടൊപ്പം സമയം ചെലവഴിക്കണം. അതായിരിക്കും ഭാവിയിലേക്ക് ഏറ്റവും കൂടുതൽ അവർക്ക് ആവശ്യമായി, ഏറ്റവും കൂടുതൽ അവരെ സഹായിക്കുന്ന നിക്ഷേപം എന്ന് പറയുന്നത്. യെശയ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്, യെശയ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായം 6-ാമത്തെ വാക്യം, അവിടെ നമ്മൾ കാണുന്നത് ദൈവത്തെ വിളിച്ചിരിക്കുന്നത്, യേശുവിനെ പോലും വിളിച്ചിരിക്കുന്നത് ഹി ഈസ് ദി ഇറ്റേണൽ ഫാദർ, അല്ലെങ്കിൽ ദൈവം നമ്മുടെ നിത്യപിതാവാണ്. നെഞ്ചിൽ കൈവച്ച് എല്ലാവരും പറഞ്ഞേ, ദൈവം എൻ്റെ നിത്യപിതാവാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആരുമില്ലെന്ന് പറഞ്ഞാലും, നിന്നെ സംരക്ഷിക്കുവാൻ ആരുമില്ലെന്ന് പറഞ്ഞാലും, ഈ പിതാവായ ദൈവം നിന്നെ സംരക്ഷിക്കുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. റോമാലേഖനം 8-ാം അധ്യായം 15-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, റോമാലേഖനം 8-ാം അധ്യായം 15-ാമത്തെ വാക്യം വായിക്കുമ്പോൾ വ്യക്തമാകുന്ന ഒരു കാര്യം, ദൈവത്തെ ആബാ പിതാവേ എന്ന് വിളിക്കുവാൻ ദൈവം തന്റെ ആത്മാവിനെ നമ്മുടെ മേൽ പകർന്നിരിക്കുന്നു. എല്ലാവരും പറഞ്ഞേ, ആബാ പിതാവേ. എപ്പോഴാ ആ പേര് വിളിക്കാൻ സാധിക്കുന്നത്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ ആ നിമിഷം മുതൽ നാം ദൈവത്തെ വിളിക്കുന്ന പേരാണ് ആബാ പിതാവേ. ഒന്നുകൂടി വിളിക്കാൻ തുടങ്ങിയേ. ഹല്ലേലൂയ. ഇത് നമ്മുടെ ശീലമായി മാറണം. ദിവസവും നമ്മൾ ദൈവത്തെ വിളിക്കേണ്ടത് ആബാ പിതാവേ. ആ വിളിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ ഹൃദയം നിന്റെ മേൽ അലിഞ്ഞു ചേർന്നിരിക്കും. കാരണം ദൈവത്തിന്റെ ഹൃദയത്തെ തൊടുന്ന ഒരു പദമാണത്. ഹല്ലേലൂയ. പന്ത്രണ്ട് വർഷമായി സന്ധിവാദമായി നടക്കാൻ കഴിയാതിരുന്നൊരു സഹോദരിയാണ് ഇപ്പോൾ ഈ സ്റ്റേജിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല ബ്രദറെ, 3 വർഷമായി തളർന്നു കിടക്കുകയായിരുന്നു. ഓപ്പറേഷൻ മുഖാന്തരം തളർന്നു കിടക്കുന്ന വ്യക്തിയായിരുന്നു. നടന്നു ഇവിടെ വരുമ്പോൾ ഓട്ടോറിക്ഷയ്ക്കാണ് കൊണ്ടുവന്നത്. പിടിച്ചാണ് സ്റ്റെപ്പ് കയറ്റിക്കൊണ്ട് അവിടെ കസേരയിൽ ഇരിക്കുകയായിരുന്നു. പക്ഷെ ആ സമയത്ത് ബ്രദർ പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രാർത്ഥിച്ചു. ആ സമയത്ത് ഇങ്ങോട്ട് വരുമ്പോൾ അതുപോലെ സ്പീഡിൽ നടന്നാ വന്നത്. Hallelujah. This is wonderful. This is wonderful. This is wonderful. സിസ്റ്റർ പേരൊന്ന് പറഞ്ഞേ. എൻ്റെ പേര് രമണി. രമണി, എത്ര നാളായിട്ട് ഈ പ്രശ്നം ഉണ്ടായിരുന്നു? 12 വർഷമായിട്ട് സന്ധിവാദമായിട്ട് കിടക്കുമായിരുന്നു. എന്നിട്ട് എന്നാലും നടക്കുമായിരുന്നു. ഓക്കെ. 2008 എനിക്ക് മെഡിക്കൽ കോളേജിൽ വെച്ചൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. ഗർണിയായിരുന്നു വയറ്റിനകത്ത്. ഓക്കെ. അപ്പൊ നടുവിനുള്ള ഇഞ്ചക്ഷനോട് കൂടി തളർന്നു പോയത്. ഓക്കെ. അതിൽ പിന്നെയാണ് വീട്ടിൽ ഇന്നിവിടെ വരുമ്പോഴുള്ള അവസ്ഥ എന്തായിരുന്നു? വരുമ്പോഴുള്ള അവസ്ഥ, 2 പേര് കൂടി പിടിച്ചോണ്ടാണ് എന്നെ ഓട്ടോയിൽ കയറ്റത്. ഓട്ടോയിൽ നിറക്കുന്നത് 2 പേർ പിടിച്ച ഓട്ടോയിൽ കയറ്റിയാണ് ഇവിടെ കൊണ്ടുവന്നത്. ഇവിടെ വെച്ച് എന്ത് സംഭവിച്ചു? ഇവിടെ വെച്ചപ്പം എനിക്ക് നല്ലൊരു, ഇപ്പൊ ആരും പിടിക്കാതെ സുഖമായിട്ട് ഞാനിവിടെ നടന്നു. ഇപ്പോൾ ആരും പിടിക്കാതെ സുഖമായി നടക്കുന്നു. ഇത്ര എനിക്കിങ്ങനെ എഴുന്നേറ്റിരിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇത്രയും പോലും എനിക്ക് എഴുന്നേറ്റിരിക്കാൻ, അന്നേരം വിറച്ച് താഴെ വീഴുമായിരുന്നു. ഇത്രയും പോലും നിൽക്കാൻ സാധ്യമല്ലായിരുന്നു, താഴെ വീഴുമായിരുന്നു. 1 മിനിറ്റെങ്കിലും വടിയില്ലാത്ത സഹ ഞാൻ വീഴുമായിരുന്നു. അങ്ങനെ എന്റെ പല്ലിന്റെ പോയത്. ഓ ഒരു പ്രാവശ്യം വടിയില്ലാതെ നടന്നപ്പോൾ താഴെ വീണ് പല്ലുകളെല്ലാം നഷ്ടപ്പെട്ടു. എന്നാൽ ഇന്ന് കർത്താവിന്റെ സൗഖ്യം ഈ ശരീരത്തിൽ. Hallelujah. Thank you Jesus. Hallelujah. കൈകൾ നീട്ടി സഹോദരി ഒന്ന് അനുഗ്രഹിച്ച് എല്ലാ കൈകളും നീട്ടി. കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ഇവളെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഒരു വലിയ വിടുതൽ ഇവളുടെ ശരീരത്തിൽ നീ കൽപ്പിച്ചതിനായി നന്ദി. താങ്ക് യു ജീസസ്. കൈകളെ അടിച്ച് കർത്താവിന് നന്ദി കൊടുക്കും.
മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ, എല്ലാം മുട്ടും മടങ്ങും, എല്ലാ നാവും പാടും, യേശു മാത്രം കർത്താവെന്ന്. ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങയുടെ നാമത്തിൽ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. പലവിധ പ്രശ്നങ്ങളിൽ, ദുഃഖത്തിൽ, നിരാശകളിൽ, ഏകാന്തതയിൽ എങ്ങനെ പുറത്ത് വരണം എന്നറിയാതെ കഴിയുന്ന ജനങ്ങൾക്കായി ഇപ്പോൾ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. പല പ്രാവശ്യം ഒരു പരീക്ഷയ്ക്ക് അപ്പിയർ ചെയ്തിട്ടും എഴുതിയിട്ടും ഇതുവരെ ജയം കാണാത്ത ചില വ്യക്തികൾ, പരാജയ ബോധത്തിൽ ജീവിക്കുന്നവർ, താങ്ക് യു ലോർഡ്. ചില ബാങ്കിൻ്റെ ടെസ്റ്റുകളും ഒക്കെ പല പ്രാവശ്യം എഴുതിയിട്ട് പലതിൽ ട്രൈ ചെയ്തിട്ട് ഒന്നിലും പാസ്സാകാൻ കഴിയാത്തൊരു വ്യക്തി കർത്താവ് കാണുന്നു. ആ പരീക്ഷയിലോ ഒന്നിലുമല്ല നിങ്ങളുടെ ഭാവി ഇരിക്കുന്നത് യേശുവിൻ്റെ കൈകളിലാണ്. നിങ്ങൾ വിശ്വസിക്കുക, അത്ഭുതകരമായ ദൈവം ഒരു ഭാവിയെ നിങ്ങൾക്ക് തരും. പ്രായം കഴിഞ്ഞിട്ടും വിവാഹം നടക്കാത്ത വ്യക്തികൾക്കായി പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ വിവാഹ ജീവിതങ്ങളിലേക്ക് അവർ പ്രവേശിക്കട്ടെ. ഒരു വീടിന് അടിസ്ഥാനമിട്ട് പണിയാൻ കഴിയാത്തവർ, കർത്താവെ, സ്വന്തം വീടുകളിൽ പാർക്കേണ്ടതിന് കർത്താവ് അവർക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമേ. നന്ദി പറയുന്നു കർത്താവെ. ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. പിരിയുവാൻ വേണ്ടി ചിന്തിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. ഡിവോഴ്സിൻ്റെ കേസ് നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ കർത്താവ് പറയുന്നു, പരസ്പരം ക്ഷമിച്ച് ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുക. താങ്ക് യു ലോർഡ്. കർത്താവെ, നീ അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതകരമായി കുഞ്ഞുങ്ങളെ നൽകണമേ. ചില കേസുകളിൽ ഭർത്താവിൻ്റെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് കുഞ്ഞുങ്ങളില്ലാത്തത്. ചില സ്ഥലങ്ങളിൽ ഭാര്യമാരുടെ ശാരീരിക വൈകല്യങ്ങൾ കൊണ്ടായിരിക്കാം, ചിലപ്പോൾ രണ്ടും ഉണ്ടായിരിക്കും. ഏതായാലും കർത്താവ് കുഞ്ഞുങ്ങളെ നൽകുവാൻ ദൈവത്തിന് സാധിക്കും. അവൻ സൗഖ്യമാക്കുന്നവൻ മാത്രമല്ല, സ്രഷ്ടാവ് കൂടിയാണ്. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ആ നിരാശകൾ മാറ്റി. വിവാഹം കഴിഞ്ഞ് പല വർഷങ്ങൾ കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായി അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. കൃഷി ചെയ്ത് വല്ലാത്തൊരു തകർച്ചയിലും കടത്തിലുമായിരിക്കുന്ന ചില വ്യക്തികളെ കർത്താവ് കാണും. കർത്താവ് അത്ഭുതകരമായി വിടുതൽ കൊടുക്കണമേ. സാമ്പത്തിക തകർച്ചയിൽ നിന്നും അവരെ രക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ബ്രസ്റ്റ് ക്യാൻസർ, ബ്രസ്റ്റിലുള്ള മുഴകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ശരീരത്തിലെ ട്യൂമറുകൾ മാറിപ്പോകട്ടെ. ശരീരത്തിൻ്റെ പല സ്ഥലങ്ങളിൽ ഒന്നല്ല ഒത്തിരി മുഴകളുള്ളവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. വലിയ വിടുതലുകൾ കർത്താവെ ഇപ്പോൾ നൽകുന്നതിനായി നന്ദി. നട്ടലിൻ്റെ തകരാറുകൾ മാറിപ്പോകട്ടെ. അസ്ഥികളിൽ സൗഖ്യം നടക്കട്ടെ. ആന്തരാവയവങ്ങളിൽ സൗഖ്യം നടക്കട്ടെ. ശ്വാസകോശത്തിൽ സൗഖ്യം നടക്കട്ടെ. നിങ്ങളുടെ രോഗം എന്തായിരുന്നാലും ഇപ്പോൾ വിശ്വസിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ആ സൗഖ്യം സ്വീകരിക്കുക. കർത്താവ് അങ്ങനെ ചെയ്തതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഇന്ന് അടൂരിൽ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നു. നാളെ തിരുവനന്തപുരത്ത് ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നതിൻ്റെ വിവരങ്ങൾ മുഴുവൻ സ്ക്രീനിൽ വായിച്ച് അതിനനുസരിച്ച് വരിക. ഈ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡുകളിലൂടെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള അനുഭവങ്ങൾ തീർച്ചയായും അവിടെ വന്ന് പങ്കുവയ്ക്കണം. കാരണം മറ്റുള്ളവർക്ക് കൂടി അതൊരു വിശ്വാസത്തിന് കാരണമായി മാറും. ഒരുപക്ഷെ പരസ്പരം ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും അവിടെ വെച്ച് നമുക്ക് കാണുവാനും സാധിക്കും. കർത്താവിൻ്റെ കൂടുതൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ സാധിക്കും. സോ പ്ലീസ് ഡു കം ടു ദീസ് ബ്ലെസ്സിങ് ഫെസ്റ്റിവൽസ്. തുടർന്ന് ബൈബിൾ ആൻഡ് യുയിലേക്ക് നമ്മൾ പോകുന്നു. അടുത്ത ആഴ്ചയിൽ തിങ്കൾ മുതൽ വെള്ളി വരെ ഉള്ള എപ്പിസോഡുകളിൽ വീണ്ടും നമ്മുടെ സന്ദേശ പരമ്പര വൈ ജീസസ് കെയിം ടു ദിസ് വേൾഡ്, എന്തിന് യേശു ഈ ഭൂമിയിലേക്ക് വന്നു എന്നുള്ളത് തുടർന്ന് നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. ഗോഡ് ബ്ലെസ് യു. സീ യു ഓൺ മൺഡേ. ബൈബിൾ ആൻഡ് ന്യൂയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ചോദ്യം ഇതാണ്: യോശുവയുടെ അപ്പന്റെ പേരും ഹെബ്രായ അക്ഷരമാലയിലെ ഒരു അക്ഷരവും ഒന്നാണ്.
അത് ഏതാണെന്ന് പറയാമോ? The name of Joshua's father and an alphabet in Hebrew are the same. Which is that alphabet? Options: A. Zebedee, B. Nun, C. Shalmon, D. Yehuda. ഈ ചോദ്യത്തിന് ഉത്തരം അറിയാവുന്നവർ എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. നിങ്ങളുടെ ഉത്തരങ്ങൾ 9958 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോമാറ്റ് BT സ്പേസ് ഓപ്ഷൻ A, B, C or D. ശരിയുത്തരം അയക്കുന്നവരിൽ നിന്ന് ഞങ്ങൾ 5 പേരെ സെലക്ട് ചെയ്ത് OM ബുക്സ് നൽകുന്ന നല്ല അടിപൊളി സമ്മാനങ്ങൾ ഞങ്ങൾ അയച്ചു തരുന്നതാണ്. നാളത്തെ ബൈബിൾ ന്യൂയിലൂടെ വീണ്ടും കാണാം. പ്രാർത്ഥനയ്ക്കും മറ്റു വിവരങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ വിളിക്കുക 0484 422 111 0484 422 ഞങ്ങളുടെ വെബ്സൈറ്റുകൾ www.themasterministries.org, www.blessingtoday.tv, ഇമെയിൽ info@blessingtoday.tv. ഞങ്ങളുടെ അഡ്രസ് ബ്ലെസ്സിംഗ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 682024.